നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ വാമിയുടെ ഫസ്റ്റ് പിറന്നാളാണ്. ഡിസംബർ 15 അന്നാണ് ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ സമയം ഉച്ചയായി. അപ്പോൾ രാവിലെ മുതൽ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയ കാരണം വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല. ഉച്ച സമയത്താണ് ഞങ്ങൾ ഫസ്റ്റ് ഇൻട്രോ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഫംഗ്ഷനൊക്കെ നമ്മൾ ഈവനിങ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വൈകിട്ടാണ് എല്ലാവരും വിളിച്ചിട്ടുള്ളത്. അപ്പോൾ വിട്ടുപോയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ഒരുപാട് പേരെ മിസ്സായിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വൈകുന്നേരം നമ്മൾ തൊടുപുഴയിലെ കുമാരമംഗലത്തുള്ള പുതിയ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മുടെ ഫംഗ്ഷനൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാനുള്ള ഏകദേശം ഒരു സമയമായി. പിന്നെ മാമിക്ക് അതെ പുതിയ വീടിനെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ വീടിൻ്റെ വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വീടിൻ്റെ മാത്രമായിട്ട് വീഡിയോ നമ്മൾ വേറെ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മളെ പിറന്നാൾ വാമിയുടെ പിറന്നാൾ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചു. വാമിക്ക് ചേർത്തുള്ള ഭക്ഷണം കൊടുക്കണം. അപ്പോൾ തന്നെ സമയമായി. ഇനി 2-3 ഗസ്റ്റ് വരാനുണ്ട്. ഗസ്റ്റ് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ ഫംഗ്ഷനും അങ്ങനെ ഓരോരോ കാഴ്ചകളായിട്ട് നമുക്ക് വീഡിയോയിൽ വാമിയുടെ ആദ്യത്തെ പിറന്നാൾ ആഘോഷം നമുക്ക് കാണാം. വാമി എല്ലാവരോടും ഹായ് പറയും. ഹായ് ഹായ് ടാറ്റ പറയുന്നു. ടാറ്റ പറയും. ടാറ്റ ടാറ്റാ. അപ്പോൾ നമുക്ക് നേരെ അടുത്ത കാഴ്ചകളിലേക്ക് പോവാം. നമ്മളെ അച്ചച്ചൻ തന്നിട്ടുള്ള ഉടുപ്പൊക്കെ പട്ടുപാടൊക്കെ ഇട്ടിട്ടാണ് മാമി ഉച്ചയ്ക്ക് റെഡി ആയിട്ടുള്ളത്. ഇപ്പോൾ വൈകുന്നേരത്തേക്ക് നമ്മൾ വേറെ ഡ്രസ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ഒരു ഗൗണ് പോലെ സംഭവം. അപ്പോൾ അത് ഈവനിങ്ങിൽ കേക്ക് കട്ടിങ് ഒക്കെ ആയിട്ട് നമ്മൾ ആ ഡ്രസ്സാണ്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ നാടൻ സ്റ്റൈലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്താണ് അമ്മ പോരും. അപ്പോൾ ഇത് നമ്മൾ അച്ചച്ചൻ്റെ പട്ടുപാവാട. അപ്പോൾ വൈകുന്നേരം നമുക്ക് വേറെ ഉടുപ്പിൽ കാണാം വാമീനെ. കന്നപ്പ മാമു എന്നെ പോവാണോ? വാമിയുടെ പിറന്നാൾ സദ്യ: അവിയൽ, കാളൻ, ഓലൻ, തോരൻ, എരിശ്ശേരി, സാമ്പാർ, അച്ചാറ്. പിന്നെ ഞങ്ങളുടെ വാമി പെണ്ണു. വാമി പെണ്ണേ, വാമിയെ കന്നപ്പ എവിടെയാണ് ഇരിക്കുന്നത്? പപ്പടം. പുളിയഞ്ചി എവിടെ? പുളിയഞ്ചി. എന്നൊരു മഞ്ഞിട്ടിട്ടൊരാള് നമ്മുടെ മടയിൽ ഇരുന്നിട്ട് മാമി പിറന്നാൾ സദ്യ കഴിക്കുകയാണ്. അതാ വല്യമ്മ മോരേറ്റ് വന്നു. മോരല്ലേ അത്? കന്നാപ്പി ഇങ്ങനെ മാമില്ല. ഓല് നമ്മുടെ ഫേവറേറ്റ് ഓലല്ലേ ഓലൻ. അതല്ലേ പുളിഞ്ചി എത്താറല്ലേ. അന്നപ്പ മൊബൈലിലേക്കാ നോക്കണേ. അതുകൊണ്ട് നമ്മുടെ പായസം വന്നു. എന്താ പായസം? പാലട. നമ്മളെ ഫംഗ്ഷൻ വൈകുന്നേരമാണ്. വൈകുന്നേരത്തേക്കാണ് നമ്മളെല്ലാവരും വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ചെറിയൊരു എന്തെങ്കിലും സെറ്റപ്പാണ്. ഡെക്കറേഷനൊക്കെ ചെയ്യണം. നല്ല വെയിലവിടെ. അത് കാരണം പകലൊന്നും ചെയ്താൽ നടക്കില്ല, വൈകിട്ടേ പറ്റൂ. അപ്പോൾ അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 ഗസ്റ്റ് നമുക്കുണ്ട്. വാമിയുടെ നോക്കുന്ന ഡോക്ടേഴ്സ് ഒരു 3 പേര് ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് എല്ലാവരും. അതേപടി ഹലോ ഹലോ
അറിയോ ആശുപത്രി വരുമ്പോഴേ മനസ്സിലാക്കുന്നു കാണുമ്പോഴേ മനസ്സിലാക്കില്ല. പിടിക്കോ എന്നെ കേറിയ നിങ്ങളെ ഇവിടെ ഞങ്ങള് ഇത് മാറിയിട്ട് ഞായറാഴ്ചയായിരുന്നു പാല് വെച്ചിട്ട് ഫംഗ്ഷൻ കൂടി ഒരു മിസ്സാക്കാൻ ശരിക്കും ഇത് രണ്ട് സൈഡ് ശരിക്കും രണ്ട് സൈഡും വെച്ചിട്ട് റോഡാക്കി കൊടുക്കണത് ശരിക്കും ഇത്ര ഫാമിലീസ് റോഡ് ഉണ്ട് കംപ്ലീറ്റ് നാശമായി പോയത്. ശരിക്കും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മൂവാറ്റുപുഴയ്ക്ക് നമുക്ക് എത്താൻ പറ്റും. ഇങ്ങനെ വളഞ്ഞിട്ട് ഇറങ്ങി തിരിഞ്ഞിട്ട് ഇന്റർനാഷണൽ സ്കൂളിൽ ചായ കുടിച്ചിങ്ങനെ നടക്കും. കുടിക്കോ ഇഷ്ടപ്പെട്ട ചായ കൊടുക്കരുതെന്ന് പറയും. കൊടുക്കാവൂ. നമ്മൾ ചായ കുടിക്കണം. അപ്പൊ ചായ വേണം ഭാവിക്ക്. ഇപ്പൊ ലൈം ജ്യൂസ് ഒക്കെ കുടിച്ചു. ഒരു കുടി കഴിഞ്ഞിട്ട് മാമി ഇങ്ങോട്ട് മാമി 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 കൈയിട്ട് കൈയിട്ട് സദ്യ ഇഷ്ടപ്പെട്ട സ്റ്റാർട്ടിംഗ് ഒരു മാസം മുമ്പേ ബുക്ക് ചെയ്തു. ഇനിയിപ്പോ വേണമെങ്കിൽ നോക്കാം. കാരണം റേറ്റ് കൂടില്ല. എക്സ്പോ ആയതുകൊണ്ട് അബുദാബി ചീപ്പാണ്. പക്ഷെ ദുബായ് ക്രീം താല്പര്യമില്ല. കേക്ക് കഴിക്കും. ടാറ്റ പറഞ്ഞേ. ടാറ്റ പറഞ്ഞേ. ബൈ ബൈ ബൈ. ടാറ്റ. ഇത് വലിയ പ്രശ്നമില്ല. എല്ലാ വാക്സിനേഷനും കൂടെ ആണ് ബുധനാഴ്ച. ബൈ. നമ്മുടെ വാമയുടെ ഫോട്ടോഷൂട്ടാണ് അവിടെ നടക്കുന്നത്. അയ്യോ ചാടല്ലേ. അവിടെ ഇരുന്ന് നമ്മുടെ ദീപു, സുഹൃത്ത് ദീപുവാണ് വാമയുടെ പടങ്ങൾ എടുക്കുന്നത്. ഇവിടെ ഡെക്കറേഷൻ പരിപാടികൾ കാര്യമായിട്ട് നടക്കുന്നു. ബലൂണൊക്കെ അത് വീർപ്പിച്ചു. അപ്പു, നമ്മുടെ അമൃത ടീം ഇവരാണ് ഇതിൻ്റെ ഓൾ ഇൻ ഓള്. അവിടെയാണ് നമ്മൾ സ്റ്റേജ് സെറ്റ് ചെയ്യാൻ പോകുന്നത്.
ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് മാറി മാറി ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ കൊടുന്ന് വെച്ചാണ്. അമ്മ ഇത് ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി അടുത്ത ഡ്രസ്സ് നമുക്ക് കൊടുക്കാം. ഉടുപ്പ് ഇവിടെ അയ്യോ അടിച്ചോണ്ടേ. എന്തായാലും ഫോട്ടോ എടുക്കാൻ കൊടുക്കുന്ന ലൈറ്റാണത്. അപ്പം അതിൻ്റെ മുകളിൽ ആൾ കിടന്ന് ഫുള്ള് കുത്തി മറിയാ. കണ്ണാപ്പിയേ ഇനി നേരെ ദീപുവിന്റെ ബാഗിലോട്ടാണ് നോട്ടം. ഇങ്ങോട്ട് വാ, അങ്ങോട്ട് വാ. സ്വാമിയേ അമ്മ ബാക്കിൽ നിന്നിട്ട് ഫുള്ള് കൈയ്യോട്ടലും പാടലാണ്. അങ്ങനെ നമ്മുടെ അലങ്കാരപ്പണികൾ ഏറ്റെടുത്ത ടീം വളരെ ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അമൃതയും കൂടിയിട്ട് എന്തായാലും നമുക്ക് ഈ ഭാഗം നോക്കേണ്ട ആവശ്യം വന്നില്ല. ചെറിയൊരു പാട്ട് പെട്ടിയത് അവിടെ. ഇത് നിന്റെ ഫോണെന്ന് അവിടെ അപ്പോ പാട്ട് കേൾക്കുന്നത്? ആ, അതാ പാട്ടിൻ്റെ ഇത് കേട്ടപ്പോൾ മനസ്സിലായി. ഇപ്പോഴത്തെ സംഭവം ഇരുട്ടായി, 5:30 കഴിഞ്ഞു. ഒരു മഴക്കോളൊക്കെ ഉണ്ട്, പെയ്യാതിരുന്ന ഭാഗ്യം. അപ്പോൾ നമ്മൾ ആളുകളൊക്കെ വന്നു തുടങ്ങണു. നമ്മളതാ ഡെക്കറേഷൻ വർക്ക് മുന്നോട്ട് പോകുന്നു. ഇനി കേക്ക് എടുക്കാണ്ട് അങ്ങനെ കുറേ പരിപാടികൾ. വാമി ഉറങ്ങി. അനിക അവിടെ ഓടി കളിക്കണു. അനിക ഹായ് പറഞ്ഞ, അനിക ഹായ് പറഞ്ഞ. ഹായ്. വാമി ഉറങ്ങിപ്പോയിച്ചു രാവിലെ തൊട്ട് തന്നെ. ഇനിയിപ്പോൾ രാത്രിത്തെ ഗസ്റ്റ് വരും വിളിക്കും. ഉറക്കമില്ലെങ്കിൽ ഭയങ്കര പണിയാവും. അപ്പോൾ അവളെ നല്ല ഉറക്കി. ഇപ്പോൾ നമ്മുടെ അലങ്കാരപ്പണികൾ അവസാന ഘട്ടത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ലൈറ്റൊക്കെ സെറ്റായി, ബലൂണും ഓൾമോസ്റ്റ് ഓക്കെയാണ്. അപ്പോൾ ഇനി വലിയ താമസമില്ലാണ്ട് 7 മണി ആ സമയത്തൊക്കെ കട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്. ഗസ്റ്റുകൾ ആരും എത്തിയിട്ടില്ല. റിലേറ്റീവ്സ്, അമ്മൂൻ്റെ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ട് പല ആളുകളും. അപ്പോൾ ഇനി മെല്ലെ ആളുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാം. നമ്മളെ ദീപ് കൂടെ കംപ്ലീറ്റ് ലൈറ്റൊക്കെ സെറ്റാക്കി വൈബായിട്ട് നിൽക്കുന്നുണ്ട്. ഡാൻസ് കളിക്കേ. എവിടെ പോയിട്ട് ചാനലിൽ വരും. ആ വാമിപ്പെണ്ണ് ഇവിടെ. വാമിപ്പെണ്ണ് വാമി ഇതാരോ തന്ന ഗിഫ്റ്റുമായിട്ട് നിന്ന് കളിക്കുകയാണ്. കണ്ണപ്പാ നമ്മളങ്ങനെ വാമിയുടെ 12 മാസത്തെ ഫോട്ടോ ഒന്നല്ല, ഇത് 1 മന്ത് 2 മന്ത് ആണെങ്കിലും കുറേയൊക്കെ ഒപ്പിച്ച് സെറ്റാക്കി എടുത്താണ്. ഇതെന്തായാലും 12 മന്ത്സ് ആണ്. ഇതും എന്താ കറക്റ്റാണ്. ബാഗിക്ക് അങ്ങോട്ടൊക്കെ ഇടയിലൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കയറ്റി വിട്ടാ. അങ്ങനെ നമ്മുടെ കേക്ക് ഇതാ വന്നെത്തി. വെച്ച് ലൈറ്റായി. നമ്മൾ ആനയായതുകൊണ്ട് ഒരു ആനേനെ ഒരെണ്ണം വെച്ചു. ഇതിൽ ഒരു ആനയുടെ സ്റ്റിക്കർ ഉണ്ട്. അപ്പോൾ നമുക്കിനി കട്ടിങ് നോക്കാം.
ആ ഒരു പാവം ഫോട്ടോ എടുക്കട്ടെ എടുത്തോടൂ രണ്ടരന്നോ ആ മാറി വീട്ടിൽ